കെരാറ്റിൻ എന്ന് പറയുന്ന പ്രോട്ടീൻ പ്ലേറ്റ് ഉണ്ടാക്കുന്ന കേടുപാടുകളാണ് മുടി കൊഴിച്ചിലിനും മുടിയുടെ ആരോഗ്യം നശിക്കാനും കാരണമാകുന്നത്. ഈ കെരാറ്റിനിൻ്റെ പ്രോട്ടീൻ പ്ലേറ്റുകളെ തമ്മിൽ ഒരുമിച്ച് ചേർത്ത് മുടിയുടെ ഒറ്റ കവറിംഗ് ആയിട്ട് ഇതിനെ നിലനിർത്താൻ സഹായിക്കുന്നത് ഡൈസൾഫൈഡ് ബോണ്ടുകളാണ്. ഈ ബോണ്ടിലുണ്ടാകുന്ന കേടുപാടുകളാണ് മുടി കൊഴിയാനും മുടി പൊട്ടിപ്പോകാനും കാരണമാകുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഉള്ളി ജ്യൂസ് തലയിൽ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്ത് തന്നെ കാണണം കേട്ടോ. ഉള്ളി ജ്യൂസ് മാത്രമല്ല, നമ്മൾ എണ്ണ കാച്ചുമ്പോഴും അതുപോലെ തന്നെ ഹെയർ മാസ്കും ഹെയർ പാക്കൊക്കെ ഉപയോഗിക്കുമ്പോൾ അതിൽ ഉള്ളി ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർ ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് തന്നെ കാണണേ. മുടി കൊഴിച്ചിൽ മാറാൻ വേണ്ടി ഒരുപാട് പേര് ഉപയോഗിക്കുന്ന ഒരു ഹോം റെമഡി ആണല്ലേ ഉള്ളിയുടെ ജ്യൂസ് തലയിൽ തേക്കുന്നത്. ചിലർ ഉള്ളിയുടെ ജ്യൂസ് ഡയറക്റ്റായി തേക്കാറുണ്ട്, ചിലർ അത് ഉപയോഗിച്ച് എണ്ണ കാച്ചി തേക്കുകയോ അല്ല എങ്കിൽ ചിലർ വേറെ എന്തെങ്കിലും കോമ്പിനേഷനിൽ കൂടി ചേർത്ത് ഉപയോഗിക്കാറുണ്ട്. ചിലർക്ക് ഉള്ളി ജ്യൂസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല റിസൾട്ടാണ് കിട്ടുന്നത്. അവർക്ക് മുടി കൊഴിച്ചിൽ നന്നായിട്ട് കുറയുന്നതും കാണാം. എന്നാൽ ചിലർക്ക് ഉള്ളി ജ്യൂസ് ഉപയോഗിച്ചാൽ ഗുണം കിട്ടണമെന്നില്ല. മാത്രമല്ല തലയോട്ടിൽ ചൊറിച്ചിലും ഉണ്ടാകുന്നു, കൂടുതലായി മുടി കൊഴിച്ചിലുണ്ടാകുകയും ചെയ്യാം. അവർക്ക് മുടി നരയ്ക്കാനും ചിലപ്പോൾ ചാൻസ് ഉണ്ട്. എന്താണ് ഈ ഒരു അവസ്ഥയ്ക്ക് കാരണമെന്ന് നോക്കാം കേട്ടോ. ഉള്ളിയിൽ മുടിക്ക് ഗുണം ചെയ്യുന്ന സൾഫർ അടങ്ങിയിട്ടുണ്ട്. അതെല്ലാവർക്കും അറിയുന്നുള്ള കാര്യമാണ്. അതാണ് നമ്മൾ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ നമ്മുടെ കണ്ണ് നീറാൻ വേണ്ടിയിട്ടുള്ള കാരണം സൾഫർ അതിൽ ഉള്ളത് കൊണ്ടാണ്. അതുപോലെ തന്നെ വൈറ്റമിൻ സി, ഫ്ലവനോയിഡ്, ആൻറ്റി ഓക്സിഡൻറ്റുകളുണ്ട്, ചില മിനറൽസും അടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇത് സൾഫർ നമ്മുടെ മുടി കൊഴിച്ചിൽ കുറയാൻ വളരെ വലിയ പങ്കാണ് വഹിക്കുന്നത്. അതുപോലെ തന്നെ ഉള്ളിനീര് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളത് ആൻറ്റി ഫംഗൽ, ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടി ഉള്ളത് കൊണ്ടാണ്. ഈ രണ്ടിൻ്റെയും കോമ്പിനേഷൻ ആയിട്ടുള്ള ആക്ഷൻ കാരണമാണ് മുടി കൊഴിച്ചിൽ പലർക്കും കുറയുന്നത്. എങ്ങനെ ഉള്ളിയുടെ ജ്യൂസ് വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ, സാധാരണഗതിയിൽ നമ്മുടെ ഹെയർ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഏറ്റവും മുകളിൽ കോർട്ടെക്സ്, അതിൻ്റെ മുകളിൽ മെഡുല, അതിൻ്റെ പുറത്തായി ക്യൂട്ടിക്കിൾ എന്ന് പറയുന്ന ഒരു കട്ടിയുള്ള ലെയറും കാണാം. ഇതെല്ലാം കൂടെ ചേർന്നിട്ട് ഒരു നാര് പോലെ മുടിയായി നിലനിർത്തുന്നത് കെരാറ്റിൻ എന്ന് പറയുന്ന ഒരു കവറിംഗ് ആണ്. കെരാറ്റിൻ എന്ന് പറയുന്നത് നമ്മുടെ പാമ്പിൻ്റെ ശൽക്കങ്ങൾ പോലെ ലെയർ ആയിട്ടുള്ള പ്രോട്ടീൻ പാളികൾ ഒരുമിച്ച് ചേർത്ത് വെച്ചാണ് നമ്മുടെ മുടിയുടെ പുറമേയുള്ള കവറിംഗ് ഉണ്ടാക്കിയിരിക്കുന്നത്. പലപ്പോഴും കെരാറ്റിൻ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ് പെട്ടെന്ന് മുടി കൊഴിച്ചിലുണ്ടാകുന്നത്. ചിലർക്കാണെങ്കിൽ കെരാറ്റിൻ വരുന്ന പ്രശ്നം കാരണം മുടി പകുതി വെച്ച് മുടി പൊട്ടിപ്പോകുന്നു, ചിലർക്ക് മുടി ചീകുന്ന സമയത്ത് മുടി പൊട്ടിപ്പോകുന്നു. ഇത് എല്ലാം സംഭവിക്കുന്നത് കെരാറ്റിൻ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് കേട്ടോ. കെരാറ്റിൻ എന്ന പ്രോട്ടീൻ പ്ലേറ്റുകളെ തമ്മിൽ ഒരുമിച്ച് ബന്ധിച്ച് നിലനിർത്താൻ സഹായിക്കുന്നത് ഡൈസൾഫൈഡ് ബോണ്ടുകളാണെന്ന് എല്ലാവർക്കും അറിയാനുള്ള കാര്യമാണ്. ഈ ബോണ്ടിലുണ്ടാകുന്ന കേടുപാടുകളാണ് മുടി കൊഴിയാനും മുടി പൊട്ടിപ്പോകാനും കാരണമാകുന്നത്. നമ്മൾ മുടിയിൽ ഉള്ളി ജ്യൂസ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഉള്ളിയുടെ ജ്യൂസിലുള്ള സൾഫർ എന്ന് പറയുന്ന കണ്ടൻറ്റ് ഡൈസൾഫൈഡ് ബോണ്ടിനെ നന്നായി സ്ട്രോങ് ആക്കുന്നു. അങ്ങനെയാണ് മുടി കൊഴിച്ചിൽ മാറുന്നത്. അതുപോലെ തന്നെ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ കാരണമാണ് മുടി കൊഴിച്ചിൽ ഉണ്ടാവുകയാണെങ്കിലും ഉള്ളിയുടെ ജ്യൂസ് അപ്ലൈ ചെയ്താൽ മുടി കൊഴിച്ചിൽ മാറിക്കിട്ടും. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ കെരാറ്റിൻ എന്ന് പറയുന്ന പ്രോട്ടീൻ പ്ലേറ്റുകളെ ഉണ്ടാക്കുന്ന കേടുപാടുകളാണ് മുടി കൊഴിച്ചിലിനും മുടിയുടെ ആരോഗ്യം നശിക്കാനും കാരണമാകുന്നത്. അപ്പോൾ നമ്മൾ ഉള്ളിയുടെ ജ്യൂസിലെ സൾഫർ ഈ ഡൈസൾഫൈഡ് ബോണ്ടിനെ ശക്തിപ്പെടുത്തുന്നത്, അങ്ങനെയാണ് മുടി കൊഴിച്ചിൽ മാറുന്നതെന്ന് നമ്മൾ പറഞ്ഞു. ഇത് മാത്രമല്ല കേട്ടോ, സാധാരണയായി പുരുഷന്മാരിൽ ധാരാളമായും പല സ്ത്രീകൾക്കും കഷണ്ടി കാണുന്നുണ്ട് കേട്ടോ. കഷണ്ടി എന്ന് പറഞ്ഞാൽ മുടി ഡയറക്റ്റ് ആയിട്ട് പൊഴിഞ്ഞു പോവുകയല്ല ചെയ്യുന്നത്, മുടിയുടെ തിക്നെസ് പതിയെ കുറഞ്ഞ് അതായത് മുടി ക്രമേണ നീളം കുറഞ്ഞു വരികയും പിന്നെ അതില്ലാതാവുകയാണ് ചെയ്യുന്നത്. നമ്മുടെ സ്കാൽപ്പിലുള്ള കോശങ്ങളിൽ ഡൈഹൈഡ്രോക്സി ടെസ്റ്റോസ്റ്റെറോൺ എന്ന് പറയുന്ന ഹോർമോൺ കൂടുതൽ വരുന്നത് കൊണ്ടാണ് ഈ ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്നത്. എന്നാൽ നമ്മൾ ഉള്ളിയുടെ ജ്യൂസ് കഷണ്ടിയോ ഇത്തരത്തിലുള്ള ഹോർമോണൽ ഇംബാലൻസ് കാരണമാണ് മുടി കൊഴിച്ചിലുള്ളതാണെങ്കിൽ നമ്മൾ ഈ ഉള്ളി ജ്യൂസ് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ മുടി നേർത്ത് വരുന്നതിൻ്റെ ടെൻഡൻസി കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അതുകൊണ്ട് കഷണ്ടിയോ മുടി നേർത്ത് പോകുകയോ ചെയ്താൽ ഉള്ളി ജ്യൂസ് ബെനിഫിറ്റാണ് കേട്ടോ. ഇങ്ങനെയുള്ള അവസ്ഥയിൽ നമുക്ക് ഒരു പേടിയില്ലാതെ ഡയറക്റ്റായിട്ട് നമുക്ക് ഉപയോഗിക്കാനും പറ്റും. ഇത് മാത്രമല്ല കേട്ടോ, ചിലർക്ക് തലയോട്ടിൽ വരുന്ന ഫംഗസ് രോഗങ്ങൾ, ചിലർക്ക് താരൻ പോലെ പൊഴിഞ്ഞു പോകാറുണ്ട്. ഇത് ചിലപ്പോൾ ഫംഗസ് രോഗമായിരിക്കാം. ഈ ഫംഗസ് രോഗം മാറുന്നതിന് ഉള്ളി ജ്യൂസ് നല്ലതാണ് കേട്ടോ. കൂടാതെ തലയോട്ടിയിൽ വരുന്ന ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് ഉണ്ട്, തലയിൽ ചെറിയ കുരുക്കൾ പോലെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം തന്നെ മുടി കൊഴിച്ചിലിന് കാരണമാകാം. ഇത്തരക്കാർക്ക് ഉള്ളി ജ്യൂസ് ചിലവർക്ക് ബെനിഫിറ്റ് നൽകാറുണ്ട്. ഈ സാഹചര്യങ്ങളിൽ മാത്രമാണ് കേട്ടോ ഉള്ളി ജ്യൂസ് തലയിൽ അപ്ലൈ ചെയ്യുമ്പോൾ മുടി കൊഴിച്ചിൽ കുറഞ്ഞു വരുന്നതായിട്ട് കാണപ്പെടാറുള്ളത്. അല്ലാതെയുള്ള ഹോർമോണൽ പ്രശ്നങ്ങളോ സ്ട്രെസ്സോ മാരകമായ രോഗങ്ങളോ ഉണ്ടായിട്ട് അത് ഫോളോ ചെയ്ത് മരുന്ന് കഴിക്കുന്നവർക്കോ ഈ ഉള്ളി ജ്യൂസ് അപ്ലൈ ചെയ്യുന്നത് പോസിറ്റീവ് റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ചാൻസും ഇല്ലേ. ഇനി നമുക്ക് ഉള്ളി ജ്യൂസ് എങ്ങനെ തലയിൽ അപ്ലൈ ചെയ്യാമെന്ന് നോക്കാം കേട്ടോ. ഏറ്റവും നല്ലത് ഉള്ളിയുടെ ജ്യൂസ് എടുത്തിട്ട് കിടക്കുന്നതിന് മുമ്പ് അല്പം നേർപ്പിച്ച് തലയോട്ടിയിൽ തേച്ച് പിടിപ്പിച്ചിട്ട് കിടക്കുകയോ അല്ല എങ്കിൽ കുളിക്കുന്നതിന് 10 മിനിറ്റ് മുൻപിൽ തലയോട്ടിയിൽ തേച്ച് പിടിപ്പിക്കുകയോ അതിനുശേഷം കഴുകിക്കളഞ്ഞാലും മതിയാകും കേട്ടോ.
ഞാൻ കുളിക്കുന്നതിന് 10 മിനിറ്റ് മുമ്പ് തലയിൽ അപ്ലൈ ചെയ്തിട്ട് കഴുകി കളയാറാണ് പതിവായിട്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്യാവുന്നതാണ്. ഇത് ആഴ്ചയിൽ 1 അല്ലെങ്കിൽ 2 തവണ ചെയ്താൽ മതിയാകും കേട്ടോ. എന്നിട്ട് മൈൽഡായിട്ടുള്ള ഷാമ്പൂസ് ഉപയോഗിച്ച് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ സ്മെല്ല് ഒഴിവാക്കാം കേട്ടോ. ഷാമ്പൂ ഇല്ലെങ്കിൽ ചെമ്പരത്തി താളിയാണ് ഏറ്റവും ഉത്തമം. ചിലർക്ക് ഉള്ളി ജ്യൂസ് അപ്ലൈ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. മറ്റൊന്നുമല്ല, ഇതിൻ്റെ സ്മെല്ലും കണ്ണിലെ നീറ്റലുമാണ് കാരണം. അത് നമ്മുടെ ഉള്ളിയിലെ സൾഫർ കണ്ടൻറ്റ് ഉള്ളത് കൊണ്ടാണ് കേട്ടോ. ചില സ്മെല്ല് മാറാൻ വേണ്ടിയിട്ട് ഉള്ളി എണ്ണയിൽ കാച്ചി തേക്കാറുണ്ട്. ഇങ്ങനെ എണ്ണ ഉണ്ടാക്കി തേച്ചാൽ നമ്മുടെ സൾഫർ കണ്ടൻറ്റ് നഷ്ടമാകും കേട്ടോ. അതായത് നമ്മൾ സൾഫർ, അതായത് ഉള്ളി എണ്ണയിലിട്ട് ചൂടാക്കുമ്പോൾ, അതായത് ചിലവരൊക്കെ കരിച്ച് അത് നല്ല രീതിയിൽ കരിച്ച് മൊരിച്ചൊക്കെ എടുത്തിട്ടായിരിക്കും എണ്ണ ഉണ്ടാക്കുന്നത്. അങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മുടെ സൾഫർ കണ്ടൻറ്റ് നഷ്ടമാകും കേട്ടോ. അതുകൊണ്ട് സൾഫർ കണ്ടൻറ്റ് നമുക്ക് അതേ രീതിയിൽ കിട്ടണമെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഹെയർ പാക്കോ ഹെയർ മാസ്കോ അല്ലെങ്കിൽ നമ്മൾ ഉള്ളി ജ്യൂസ് ഡയറക്റ്റ് അരച്ച് പിഴിഞ്ഞെടുത്തിട്ട് അപ്ലൈ ചെയ്യുന്നതാണ് നല്ലത് കേട്ടോ. അപ്പോൾ ഈ സൾഫർ കണ്ടൻറ്റാണ് നമ്മുടെ മുടി നല്ല ആരോഗ്യത്തോടെ വളരാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത്. അതുകൊണ്ട് ഒരു കാരണവശാലും എണ്ണ കാച്ചി തേക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. എണ്ണയിൽ കാച്ചി തേക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. അതുപോലെ തന്നെ നമ്മൾ ഹെയർ മാസ്ക് ഹെയർ പാക്കൊക്കെ ഉപയോഗിക്കുമ്പോൾ അതിൽ ഉള്ളി ചേർക്കാറുണ്ട്. അത് അമിതമായിട്ട് നമ്മൾ അധികം വാരിയിടാൻ വേണ്ടിയിട്ട് പാടില്ല. നമ്മളുടെ മുടിക്കും സ്കാൽപ്പിനും ആവശ്യത്തിന് മാത്രം ഒരു 4-5 ഉള്ളി മാത്രം എടുത്ത് നല്ല രീതിയിൽ അതിൽ കൂടെ മിക്സ് ചെയ്ത് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അളവിൽ കൂടിയാലും പ്രശ്നമാണ്. അതുകൊണ്ട് ആവശ്യത്തിന് മാത്രം അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ കുഞ്ഞു പിള്ളേർക്ക് ഉള്ളി ജ്യൂസ് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ കണ്ണ് നീറുന്ന അവസ്ഥ ഒന്ന് പരിഗണിച്ചിട്ട് വേണം അവർക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ചിലപ്പോൾ നമുക്ക് പ്രതിരോധിച്ച് നിൽക്കാൻ പറ്റുന്നത് പോലെ കണ്ണിലെ നീറ്റൽ കുഞ്ഞുങ്ങൾക്ക് പ്രതിരോധിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് അത് നോക്കിയിട്ട് വേണം നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഹെയർ മാസ്ക് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഉള്ളിയുടെ അളവ് കുറച്ചാൽ മതി. അളവ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉള്ളിയുടെ നീറ്റൽ, അതായത് കണ്ണിൻ്റെ നീറ്റൽ നമുക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ നമ്മൾ ഹെയർ മാസ്ക് ഹെയർ പാക്കൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ മുടിയിലും സ്കാൽപ്പിലും മൊത്തത്തിലാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. പക്ഷേ നമ്മൾ ഉള്ളി ജ്യൂസാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ അതിൽ സ്കാൽപ്പിൽ മാത്രം നല്ല രീതിയിൽ നമ്മൾ മസാജ് ചെയ്ത് പിടിപ്പിക്കേണ്ട ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. അല്ലാതെ നമ്മൾ മുടി ഇഴകളിൽ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല. സ്കാൽപ്പിൽ ചെറിയ കോട്ടൺ തുണി ഉപയോഗിച്ചോ അല്ലെങ്കിൽ നമ്മുടെ കൈവിരലുകൾ ഉപയോഗിച്ചോ നല്ല രീതിയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം ചെറിയൊരു മസാജും കൂടെ കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഹെയർ മാസ്ക് ഉപയോഗിക്കുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ സ്കാൽപ്പിൽ മാത്രം അപ്ലൈ ചെയ്താൽ പോരാ, മുടി ഇഴകളിൽ നമുക്ക് അപ്ലൈ ചെയ്താൽ അതുകൊണ്ട് നമുക്ക് ഒരു നഷ്ടവും വരുന്നില്ല. അതുപോലെ തന്നെ ഉള്ളി ജ്യൂസ് എടുക്കുന്ന സമയത്ത് അതിൻ്റെ ചിലപ്പോൾ അരച്ചിട്ട് അതേപടി അപ്ലൈ ചെയ്ത് കൊടുക്കുന്നവരുണ്ടായിരിക്കും. അത് നമുക്ക് കുഴപ്പമില്ല കേട്ടോ. അപ്ലൈ ചെയ്തിട്ട് നമ്മൾ കഴുകി കളയുമ്പോൾ നമ്മുടെ ഉള്ളിയുടെ കുറച്ച് വേസ്റ്റൊക്കെ നമ്മുടെ മുടിയിലിരിക്കും. അത് ഉണങ്ങുമ്പോൾ തനിയെ നമ്മൾ ചെമ്പരത്തി താളി തേച്ചിട്ട് നമ്മൾ അരിക്കാതെ തേക്കുകയാണെങ്കിൽ ചെമ്പരത്തി താളി നമ്മളെ മുടിയിലിരിക്കത്തില്ല. അതുപോലെ ഈ ഉള്ളിയുടെ ചെറിയ ചെറിയ തൊലിയും ഇരിക്കുമായിരിക്കും. അത് നമ്മുടെ മുടി ഉണങ്ങുമ്പോൾ തന്നെ അത് കൊഴിഞ്ഞു പൊയ്ക്കോളൂ. അതുകൊണ്ട് നിങ്ങൾ ടെൻഷനൊന്നും അടിക്കണ്ട. അപ്പോൾ ഇങ്ങനത്തെ പുതിയ ഹെയർ കെയർ ടിപ്സ് അറിയാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.